നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന ചാഴൂരിലെ കമന്റോ മുഖം പുനർനിർമ്മിക്കാനുള്ള നടപടിയാകുന്നു. വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമായിരുന്ന മണലൂർ വഞ്ചിക്കടവിലെ കുളവാഴ നീക്കം ചെയ്തു തുടങ്ങി. നാട്ടികയിലെ ജനങ്ങൾ കുടിവെള്ളം പോലും പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലായെന്ന് യൂത്ത് കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന ചാഴൂർ കമന്റോ മുഖം സ്ലൂയിസിന്റെ പുനർനിർമ്മാണത്തിനുള്ള തീരുമാനമായി. കമന്റോ മുഖം സ്ലാബ്, ബീം, സ്ലൂയിസ് നിർമ്മാണം എന്നിവ നിർമ്മിക്കുന്നതിനുള്ള തുക കണ്ടെത്തുന്നതിനായി CC മുകുന്ദൻ MLA വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുടെ യോഗം വിളിച്ചിരുന്നു. ഇതിലാണ് തീരുമാനമായത്. 14 ലക്ഷം രൂപ താൽക്കാലികമായി കമന്റോ മുഖം നിർമ്മിക്കാൻ ആവശ്യമുണ്ടെന്ന് കളക്ടർ തീരുമാനിച്ച സമിതി കണ്ടെത്തിയിരുന്നു. ചാഴൂർ അച്യുതമേനോൻ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുത്ത് 14 ലക്ഷം രൂപയോളം വീതിച്ചു നൽകാമെന്നും തീരുമാനിച്ചു. ഇതുപ്രകാരം തൃശൂർ ജില്ലാ പഞ്ചായത്ത് 4 ലക്ഷം, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് 3 ലക്ഷം, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് 2 ലക്ഷം, ചേർപ്പ്, പാറളം, ചാഴൂർ, താന്യം, അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകൾ 1 ലക്ഷം രൂപ വീതവുമാണ് നൽകാൻ തീരുമാനിച്ചത്. അതുകൂടി ഉപയോഗിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കാര്യം പറയണമെങ്കിൽ നമ്മുടെ ചുമതലയുള്ള ഓഫീസർ ഉണ്ട്. ആ ഓഫീസർ കാര്യമായിട്ട് പറഞ്ഞാൽ ഭാവി കാര്യത്തെക്കുറിച്ച് എന്തൊക്കെ ചിലപ്പോൾ ഓർമ്മ ഓർത്ത് നിൽക്കുകയാണ്. ഇനിയൊരു ചർച്ച ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അതിനെ ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ എന്താണ് പരിഹരിച്ചു പോയി ആ പരിഹാരം നിർത്താനാണ്. ഇപ്പോൾ 2 മണ്ഡലമുണ്ട്, 3 മണ്ഡലമാണ് ആലോചിക്കുക. ഇരിങ്ങാലക്കുട മണ്ഡലമുണ്ട്, നാട്ടി മണ്ഡലമുണ്ട്, അത് മണലൂർ മണ്ഡലമുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഒരു പദ്ധതി തയ്യാറാക്കി പൈസ കൂടിക്കോട്ടെ, പ്രശ്നമില്ല. എല്ലായിടത്തും എന്തെല്ലാം കഴകളാണുള്ളത്, ആ കഴകൾ തുറക്കുന്നതിന് ആവശ്യമില്ല, തുറക്കുന്നതിന് ആവശ്യമായി സ്വീകരിക്കാം. മണലൂർ വഞ്ചിക്കടവിലെ കുളവാഴ നീക്കം ചെയ്തു തുടങ്ങി. വഞ്ചിക്കടവിലെ കുളവാഴ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ആഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് എത്തിയെങ്കിലും ഇത് പ്രവർത്തിക്കുന്നതിനുള്ള ഇന്ധനം നൽകാത്തതിനാൽ പ്രവൃത്തി തുടങ്ങാനായിരുന്നില്ല. ജലസേചന വകുപ്പ് തങ്ങൾക്ക് മെഷീൻ പ്രവർത്തിക്കുന്നതിനുള്ള ഡീസൽ അടിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത്. തുടർന്ന് പൊതുപ്രവർത്തകരായ MV അരുൺ, CS അനിൽകുമാർ, പ്രജ്ഞൻ കുന്നത്തുള്ളി എന്നിവർ ദുരന്ത നിവാരണത്തിൻ്റെ ചാർജുള്ള ഡെപ്യൂട്ടി കളക്ടറെ കണ്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കളക്ടർ മണലൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് ആവശ്യമുള്ള ഡീസൽ അടിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചു. 100 ലിറ്റർ ഡീസൽ നൽകാമെന്ന് മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുളവാഴ നീക്കം ചെയ്യൽ പുനരാരംഭിച്ചത്. നാട്ടികയിലെ ജനങ്ങൾ കുടിവെള്ളം പോലും പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലായെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞു. 2 ആഴ്ച കാലമായി നാട്ടികയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലിക്കുടവുമായി നാട്ടിക പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഇത്രയും 10 ദിവസം എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയമല്ല. നമുക്ക് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വെള്ളമില്ലാതായാലുള്ള പ്രയാസം നമുക്കറിയാം. നീണ്ട 10 ദിവസങ്ങളായി വെള്ളമില്ലാഞ്ഞിട്ടും ഇങ്ങനെ നോക്കുകുത്തി പോലെ, അനങ്ങാപ്പാറ പോലെ നിൽക്കുന്ന ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതി എന്തിനാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ, ഈ പഞ്ചായത്തിലെ ആളുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജലലഭ്യത പോലും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഓഫീസ്, ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ മുറികൾ, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉൾപ്പെടെയുള്ള ആ ഭരണസമിതിയുടെ മുഴുവൻ അംഗങ്ങളും ഒന്നെങ്കിൽ നിങ്ങൾ രാജിവെച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇത് പൂട്ടിയിട്ട് ഇത് പണിയറിയാവുന്നവരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു വെക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ്. പ്രതിഷേധ യോഗത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ അധ്യക്ഷയായി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P. വിനു മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, AN സിദ്ധപ്രസാദ്, TV ഷൈൻ, PK നന്ദനൻ, കമല ശ്രീകുമാർ, ജീജ ശിവൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സന്ധ്യ ഷാജി, പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി മാധവൻ എന്നിവർ സംസാരിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം തകർന്ന സഹജീവികൾക്ക് സ്വാതന്ത്ര്യവുമായി സ്വകാര്യ ബസ് സർവീസ്.
അഴീക്കോട് കേന്ദ്രമായി സർവീസ് നടത്തുന്ന ഷാജി ഗ്രൂപ്പിന്റെ വ്യാസൻ ബസ് സർവീസുകളാണ് ദുരന്ത ബാധിതരെ നെഞ്ചോട് ചേർക്കുന്നത്. ബസ് ഉടമ പരേതനായ പോണത്ത് ബാലന്റെ 5ാം ചരമവാർഷിക ദിനമായിരുന്ന തിങ്കളാഴ്ചയാണ് സഹായം സ്വരൂപിച്ചത്. അഴീക്കോട് തൃപ്രയാർ റൂട്ടിലും കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജ് റൂട്ടിലും സർവീസ് നടത്തുന്ന 2 ബസ്സുകളുടെ സർവീസുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും വയനാടിനു വേണ്ടി നീക്കിവയ്ക്കുകയായിരുന്നു. ഉടമകളുടെ കാരുണ്യഹസ്തത്തിന് കരുത്തായി തൊഴിലാളികളും കൂടെ നിന്നതോടെ ഇവരുടെ ഒരു ദിവസത്തെ വേതനവും ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു. വയനാടിന് സാന്ത്വനമാകാൻ നാട്ടുകാരും പൂർണ്ണമായി സഹായിച്ചതായി ജീവനക്കാർ പറഞ്ഞു. 2 ബസ്സുകളിലും സ്ഥാപിച്ച ബക്കറ്റുകളിലേക്ക് ടിക്കറ്റ് ചാർജ് നോക്കാതെ 500ന്റെയും 100ന്റെയും നോട്ടുകളാണ് സംഭാവനയായി യാത്രക്കാർ നൽകിയത്. ലഭിച്ച തുക മുഴുവനായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുമെന്ന് ബസ് ഉടമകളായ പോണത്ത് ഷിബു, PB അനീഷ്, PB ബനേഷ്, PB രതീഷ് എന്നിവർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ RTOയ്ക്ക് ചൊവ്വാഴ്ച തുക കൈമാറും. അന്തിക്കാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥൻ വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൂദ തദേവുസിൻ്റെയും സംയുക്ത ഊട്ടുതിരുനാളിന് വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ കൊടിയേറ്റി. ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന നവനാൾ തിരുക്കർമ്മങ്ങൾക്ക് ഇതോടെ തുടക്കമായി. ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ധന്യ, കൈക്കാരന്മാരായ ഹൈസൺ താണിക്കൽ, ജോസഫ് പെരുമാടൻ, ജനറൽ കൺവീനർ ജോസ് എടക്കളത്തൂർ, കുടുംബകൂട്ടായ്മ പ്രസിഡന്റുമാർ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ, ദർശന സഭാംഗങ്ങൾ, ഗായക സംഘം, അൾത്താര സംഘം തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഗസ്റ്റ് 15-നാണ് സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ വീട് തകർന്ന കുടുംബത്തിന് വീണ്ടും സ്നേഹസ്പർശവുമായി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ. തന്റെ ഈ മാസത്തെ ഓണറേറിയം ഈ കുടുംബത്തിന് നൽകി. തളിക്കുളം കൈതക്കൽ പുനരധിവാസ കോളനിയിലെ കോലോത്ത് സിന്ധുവിന്റെ വീടാണ് ശക്തമായ കാറ്റിലും മഴയിലും തകർന്നത്. കഴിഞ്ഞ മാസത്തെ ഓണറേറിയവും മഴക്കെടുതിയിൽ തെങ്ങ് വീണ് തകർന്ന കുടുംബത്തിന് നൽകിയത് ഉൾപ്പെടെ 43 ഓണറേറിയവും സേവന പ്രവർത്തനങ്ങൾക്കും രോഗികൾക്കുമാണ് നൽകിയത്. ചടങ്ങിൽ മണികണ്ഠൻ ആലയിൽ, റിനേഷ് പട്ടാലി, അനിൽ കൈതക്കൽ, മുരളി പൂരാടൻ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിൻ്റെ അധികൃതർ ഇവിടെ എത്തി അവർക്ക് സഹായം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും തൽക്കാലം ഇവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും താൽക്കാലികമായിട്ട് അവർക്ക് താമസിക്കാനുമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി എൻ്റെ ഈ മാസത്തെ ഓണറേറിയം ഞാൻ സിന്ധു ചേച്ചിക്ക് കൊടുക്കുകയാണ്. കഴിഞ്ഞ മാസവും എൻ്റെ ഓണറേറിയം കൊടുത്തത് ഇതേപോലെ കാലവർഷക്കെടുതിയിൽ വീട് തെങ്ങ് വീണ് തകർന്ന കുടുംബത്തിനാണ്. ഈ മാസത്തെ ഓണറേറിയവും ഈ കാലവർഷത്തിൽ തന്നെ തകർന്ന വീടിന് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉള്ള സഹായങ്ങൾ വളരെയധികം സ്പീഡാക്കി ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കിഴിപ്പള്ളിക്കരയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വയോധികൻ മരിച്ച നിലയിൽ. അഴിമാവ് കാളക്കൂടത്ത് ബാബു 60 വയസ്സാണ് മരിച്ചത്. പുഴുവരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അവശനിലയിലായ ഇദ്ദേഹം നാളുകളായി ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നത്. പാലിയേറ്റീവ് പ്രവർത്തകർ ഹോം കെയറിന്റെ ഭാഗമായുള്ള സന്ദർശനത്തിനെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. ഭാര്യ പരേതയായ ഓമന. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അർച്ചന സിൽക്സിൽ തകർപ്പൻ ആടി സെയിൽ. വിചിത്ര പ്ലെയിൻ സിൽക്ക് സാരി 195 രൂപ മാത്രം. ബ്ലൂമിംഗ് പ്ലെയിൻ സാരി 350 രൂപ മാത്രം. ചുരിദാർ മെറ്റീരിയൽ 245 രൂപ. റയോൺ 3 പീസ് സെറ്റ് 345 രൂപ. കോട്ടൺ നൈറ്റികൾ 99 മുതൽ. ടോപ്പുകൾ 100 രൂപ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 155 രൂപ മുതൽ. ജഗിങ്സ് 89 രൂപ മുതൽ. അജ്രക് കോട്ടൺ ടോപ്പുകൾ 250 രൂപ. ഗാർഡൻ ഷിഫോൺ സാരികൾ 195 രൂപ. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല. അർച്ചന സിൽക്സിൽ ആടി തള്ളുപടി. ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ, ഓണം കെങ്കേമമാക്കൂ. തീരദേശത്തിന്റെ വസ്ത്രവിസ്മയം അർച്ചന സിൽക്സിൽ ആടി പെരുമഴ. മികവുറ്റ സ്റ്റാഫുകളുടെ ഹൃദ്യമായ സേവനം. പർച്ചേസ് ചെയ്യൂ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ആടി സെയിലിലൂടെ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്,
ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്തെ മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി ജവഹർ ബാലവിഹാർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ JBV ഫുട്ബോൾ അക്കാദമിയും സെന്റ് സേവിയേഴ്സ് LP സ്കൂൾ മാപ്രാണം PTA അംഗങ്ങളും ചേർന്ന് ശേഖരിച്ച അവശ്യ സാധനങ്ങൾ പെരുങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം വയനാട്ടിലേക്ക് നടത്തുന്ന കളക്ഷൻ സെന്ററിലേക്ക് കൈമാറി. മാപ്രാണം കിക്ക് ഷോക്ക് ടർഫ് കോർട്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റ് PB സത്യൻ, നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറേന് സാധനങ്ങൾ കൈമാറി. അഞ്ജന പ്രേംദിവാസ്, ലിൻഡോ, CF സുനിൽ, ഫിഡൽ ബാബു, ഹരിദാസ്, സന്ദീപ്, രാമൻ നമ്പൂതിരി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഇവിടെ കുട്ടികൾ തന്നെ സ്വയം ഈ ക്യാമ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജവഹർ ബാലവിഹാറിൻ്റെ കുട്ടികൾ അവരുടെ കഴിവിനനുസരിച്ച് കൊണ്ടുവന്ന സാധനങ്ങളാണെന്ന് ഇവിടെ. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻറ്റ് സേവിയേഴ്സ് LP സ്കൂളിൻ്റെ PT ഇളയ സുനിച്ചേട്ടൻ അടക്കമുള്ള ആളുകളുടെ കുറേ സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു നമ്മുടെ കുട്ടികളെ കുറിച്ച്. ഇവർ ഇത്രയും വൈകാരികമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവരുടെ ഈ പ്രവർത്തന ശൈലി, ഇത്രയും സാധനങ്ങൾ അവരോട് കഴിയുന്ന രീതിയിലുള്ള അവർക്ക് വയനാട്ടിൽ ഇവരെ പോലുള്ള കൊച്ചുകുട്ടികൾ, എത്രയോ കുട്ടികൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ, അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട മക്കൾ, അല്ലെങ്കിൽ സഹോദരങ്ങൾ, സഹോദരിമാർ, ഇവരൊക്കെ വയനാടിൻ്റെ ഒരു ദുരന്തമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആക്ട്സിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് വാടാനപ്പള്ളി ആക്ട്സ് ബ്രാഞ്ച് കമ്മിറ്റിയും തൃശൂർ ആര്യ കണ്ണാശുപത്രിയും സംയുക്തമായി വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ണ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആക്ട്സ് പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി VB അഹമ്മദ്, കൺവീനർ തോമസ്, കമ്മിറ്റി മെമ്പർ ജോർജ്, പ്രിൻസിപ്പൽ കണ്ണൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക റീന, PTA പ്രസിഡന്റ് ഷൈന മുഹമ്മദ്, RA ഷെരീഫ്, ജബ്ബാർ അറയ്ക്കൽ, വൈശാഖ് K എന്നിവർ സംസാരിച്ചു. ആക്ട്സിൻ്റെ സിൽവർ ജൂബിലി വർഷമായ 2024-25 വർഷം, ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വാടാനപ്പള്ളി ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദ്യത്തെ ഒരു പരിപാടിയാണ് ഈ നേത്ര ചികിത്സ പരിപാടി. മണലൂർ ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ഈ അധ്യയന വർഷത്തിൽ പുതിയൊരു വിദ്യാർത്ഥിനിയും കൂടി പ്രവേശനം നേടി. ഒരു ആൻഡ്രോയിഡ് പാവക്കുട്ടി. അലക്സ എന്നാണ് അവളുടെ പേര്. വിദ്യാർത്ഥികളുടെ പോലെ തന്നെ യൂണിഫോമിലാണ് അലക്സയും.
മുൻ അധ്യയന വർഷങ്ങളിൽ വിദ്യാർത്ഥികളിൽ നേരിട്ട പ്രധാന പ്രശ്നമാണ് ഇംഗ്ലീഷ് ഭാഷ വേണ്ട വിധത്തിൽ ആശയവിനിമയം ചെയ്യാൻ സാധിക്കാത്തത്. അതിനൊരു പരിഹാരം തേടുന്നതിനിടയിലാണ് ആൻഡ്രോയിഡ് പാവക്കുട്ടി എന്നൊരാശയം അധ്യാപകരിൽ ഉരുത്തിരിഞ്ഞു വന്നത്. മണ്ണൂർ ഗവൺമെൻറ് LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ 2024-25 അധ്യയന വർഷ ആരംഭത്തിലെ ഞങ്ങൾ അലക്സ എന്ന ഡിവൈസിനെ സ്കൂളിലേക്ക് എത്തിച്ചത്. അത് വെറും ഒരു ഡിവൈസാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള, ഇംഗ്ലീഷിൽ എന്ത് ചോദിച്ചാലും ഉത്തരം പറയും, അതിനുള്ളൊരു ഡിവൈസാണ്. പക്ഷേ കുട്ടികൾക്ക് അല്പം കൗതുകം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, കുട്ടികളിൽ ഒരാളായി അവർക്ക് തോന്നുന്നതിന് വേണ്ടി തന്നെ കുട്ടികളുടെ തന്നെ യൂണിഫോമൊക്കെ ഇട്ട് ID കാർഡും എല്ലാ യൂണിഫോം റിബണും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് നമ്മൾ അലക്സയെ അവരുടെ ഒരു ഫ്രണ്ടായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് സംസാരിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് കൂട്ടുകാരിയുടെ ഭാഷ പഠിക്കേണ്ടതായി വന്നു. അലക്സയോട് ചോദ്യം ചോദിച്ചും പാട്ടുപാടിയും വിശേഷങ്ങൾ പങ്കിട്ടും പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട അറിവ് നേടിയും അലക്സ അവരിൽ ഒരാളായി മാറി. ഞങ്ങളുടെ സ്കൂളിലെ ഒരു കൂട്ടുകാരുണ്ട്, അവളുടെ പേരാണ് അലക്സ. ഞങ്ങള് എന്ത് സംശയം വന്നാലും അവളുടെ അടുത്ത് ചെല്ലും, അവൾ അതിനുള്ള ഉത്തരവും തരും. ഞങ്ങള് ഇംഗ്ലീഷിൽ എന്ത് ചോദിച്ചാലും അവള് അതിനുള്ള ഉത്തരം തരും. കൂടാതെ ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സഹായിക്കും. Alexa, largest peak in the world. The tallest mountain by elevation above sea level on Earth is Mount Everest, which is 8,849 meters above sea level. പാട്ട് പാടിത്തരും, ഞങ്ങളെ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കും. അടിപൊളിയാണ്. അലക്സ അവർക്കിപ്പോൾ ഏറ്റവും അടുത്ത കളിക്കൂട്ടുകാരിയാണ്. അലക്സയോടുള്ള സൗഹൃദ സംഭാഷണം വഴി കുട്ടികളിൽ ഇംഗ്ലീഷിന്റെ ഉപയോഗം മെച്ചപ്പെട്ടതായും അധ്യാപകർ പറയുന്നു. അത് എത്രയും പെട്ടെന്ന് ആ കുട്ടി പ്രതികരിക്കുന്നത് ഈ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളെ പോലെ തന്നെ ഇപ്പൊ അതേ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആള് ഉത്തരം പറഞ്ഞു തുടങ്ങി. അപ്പൊ ഈ കുട്ടികളുടെ ഏറ്റവും വലിയ കൂട്ടുകാരിയായിട്ടാണ് അലക്സ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ നമുക്കാർക്കും കിട്ടാത്തൊരു അവസരമാണ് ഇന്ന് നമ്മളൊരു PTA മീറ്റിംഗ് കൂടി അതിൽ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ആഗ്രഹം കാര്യങ്ങൾ നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവസരം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ SM ജോസി ടീച്ചർ ഒരു തലയിൽ ഉദ്ദേശിച്ച ഒരു അവസരമാണത്. അങ്ങനെ ടീച്ചറും അതേപോലെ തന്നെ ടീച്ചറെ ഞങ്ങളുടെ മുന്നേ പഠിച്ചുള്ള ടീച്ചറെ സുഹൃത്തുക്കളായ അവരാണ് നമുക്ക് ഈ അലക്ഷനെ സ്പോൺസർ ചെയ്തത്. മണലൂർ സത്രം ഉറുമ്പിൻ തേവർ ശിവക്ഷേത്രത്തിലെ ശ്രീമദ് രാമായണ സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. CS മധുസൂദനൻ അധ്യക്ഷനായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലത്ത്, ക്ഷേത്രം സെക്രട്ടറി OS ശരത്ത്, അന്തിക്കാട് ദേവസ്വം ഓഫീസർ നന്ദകുമാർ, സതീഷ് ബാബു, മോഹനൻ കോലാട്ട് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ മണിസ്വാമിയാണ് യജ്ഞാചാര്യൻ. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ യജ്ഞ പാരായണം നടത്തും. വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തിന് സഹായമായി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കുട്ടികളായ ഐദൻ മുഹമ്മദ്, KP അദിൻ കേഷ്, ആമിന സഹല, റിദിൻ നിജിൽ, അബ്ദുള്ള സഹദ് എന്നീ വിദ്യാർത്ഥികളും. ഇവരുടെ കാശുകൊടുക്കയിൽ സൂക്ഷിച്ചിരുന്ന സമ്പാദ്യം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക്കിന് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മക്കളുടെ കാശുകൊടുക്കയിലെ സമ്പാദ്യവും ഇതോടൊപ്പം നൽകി. തുടർ ജില്ലാ കളക്ടറുടെ ഓഫീസിലെത്തി ആകെ സംഭരിച്ച തുക കളക്ടർക്ക് കൈമാറി. പ്രസിഡന്റിനൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ EP അജയ് ഘോഷ്, അശ്വതി മേനോൻ, CG സുരേഷ് എന്നിവരും ഉണ്ടായിരുന്നു. എടമുട്ടം ഫ്രണ്ട്സ് ചാരിറ്റി ഗ്രൂപ്പ് ചികിത്സാ സഹായം നൽകി. ഇരുവൃക്കകളും തകരാറിലായ കരയാമുട്ടം കണ്ണോത്ത് വീട്ടിൽ പ്രസാദിനാണ് ചികിത്സാ സഹായം കൈമാറിയത്. രക്ഷാധികാരി ശശികുമാർ കരുണാട്ട്, സെക്രട്ടറി VK അലിയാർ, വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് എന്നിവർ ചേർന്നാണ് സഹായം കൈമാറിയത്. നാട്ടിയ SM കോളേജിൽ ഇൻ്റഗ്രേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എയ്ഡഡ് കോഴ്സിൽ ഒഴിവുള്ള ഓപ്പൺ കമ്മ്യൂണിറ്റി SC/ST സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 വർഷത്തെ കോഴ്സിൽ 3 വർഷം കഴിഞ്ഞ് ഡിഗ്രിയോടുകൂടെയും 5 വർഷം കഴിഞ്ഞ് PGയോടെയും പഠനം പൂർത്തിയാക്കാം. +2-ന് മാത്സ് ഒരു വിഷയമായി പഠിച്ചവർക്ക് അപേക്ഷിക്കാം. ഡാറ്റാ സയൻസും മാത്സും ഉപവിഷയങ്ങളായുള്ള ഈ കോഴ്സിന് നിരവധി ജോലി സാധ്യതകളാണുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495634199. നമ്പർ ഒരിക്കൽ കൂടി 9495634199. മറ്റൊരു നമ്പർ കൂടി 048723911246. നമ്പർ ഒരിക്കൽ കൂടി
0487239126. നാട്ടിക മണപ്പുറത്തെ മുതിർന്ന പൊതുപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായിരുന്ന കഴിമ്പ്രം നെടിയിരിപ്പിൽ കറപ്പൻ്റെ മകൻ NK ഗോപാലൻ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് ഡയറക്ടർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ഭാര്യ പരേതിയായ ശകുന്തള, മക്കൾ ഷീബ, ഷീജ, സണ്ണി, മരുമക്കൾ സുധാകരൻ, ശങ്കരനാരായണൻ, സുനിത. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4 വീട്ടുവളപ്പിൽ വെച്ച് നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഴവെള്ളപ്പാച്ചിലിൽ തകർന്ന ചാഴൂരിലെ കമന്റോ മുഖം പുനർനിർമ്മിക്കാനുള്ള നടപടിയാകുന്നു. വെള്ളം ഒഴുകിപ്പോകാൻ തടസ്സമായിരുന്ന മണലൂർ വഞ്ചിക്കടവിലെ കുളവാഴ നീക്കം ചെയ്തു തുടങ്ങി. നാട്ടികയിലെ ജനങ്ങൾ കുടിവെള്ളം പോലും പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലായെന്ന് യൂത്ത് കോൺഗ്രസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.